മണവാള, നീ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തില്ല. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാ, വെച്ചുകൊണ്ട് നിൽക്കണ്ട, നമുക്കിത് പെട്ടെന്ന് തീർക്കുക. ഈ ചൂട് ആറുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 ദിവസത്തിന്റെ ഉള്ളിൽ ഇതാണ്ട് തീരുമാനമാക്കാം. ഇത് ഈ മാസങ്ങളോളം അതുപോലെ വർഷങ്ങളോളം കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോ നമുക്ക് മണവാള ഇതൊന്നും ഫാസ്റ്റ് ആയിട്ട് നോക്കാം. ഇനിയിപ്പോ 2 ദിവസം കൊണ്ട് നിനക്ക് ബൗട്ട് സെറ്റ് ആവില്ല, അത് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊന്നും നീ ചെയ്യണ്ട. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാനിവിടെ സെറ്റാണ്, എൻ്റെ അടുത്തുണ്ട്. അപ്പൊ അതൊന്നും വെച്ചിട്ട് വിഷയമാക്കണ്ട എന്നാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നീ എന്തായാലും കോൾ ചെയ്തിട്ട് ഇതിനൊരു തീരുമാനം പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ഇവിടെ വിട്ടോ. ഇതിങ്ങനെ മറ്റുള്ളവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തൊരു കണ്ടന്റ് ആയിട്ട് വെറുതെ ഞാൻ ഒരു കണ്ടന്റിനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടൊരു വീഡിയോ അല്ല അത്. അതുപോലെ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു ക്ലബിനെ ഒന്നിനും തരം താഴ്ത്തിക്കൊണ്ടും ചെയ്തല്ല. നിന്റെ ഫൈറ്റിനെ മാത്രമേ ഞാൻ അന്ന് കുറ്റം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കി. എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ടും കാര്യങ്ങളൊക്കെ പോകാനുള്ളതാണ്. ഞാൻ പിന്മാറില്ല. ഇനി ഇതിന്റെ കമന്റിൽ വന്നിട്ട് ബാഡ് കമന്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ടോ അവൻ പേടിച്ചോ അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നീ ചെയ്യണ്ട. ഞാൻ നിനക്ക് ടൈം തരുന്നുണ്ട്. ഓൾറെഡി ഇപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞ് ഇനി 2 ദിവസം ഉണ്ട്. എനിക്ക് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകാനുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല, ഞാൻ റെഡിയാണ്. ഇത് പെട്ടെന്ന് നോക്കുന്നേ എനിക്ക് പറയാനുള്ളൂ. മാസങ്ങളോളം നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് കൊണ്ടുപോകാൻ ഈ ഒരു വിഷയം ഇങ്ങനെ ഡെയിലി ഇങ്ങനെ എത്ര പേര് മെസ്സേജ് അയച്ചിട്ട് എന്തായി, ഡേറ്റ് ആയോ, അതായോ ഇതായോ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. എന്ത് പറയുന്നത്? ഞാനിപ്പോ ഇത് പെട്ടെന്ന് വേണം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ ബാക്കിൽ നടക്കാൻ വയ്യ. എന്റെ പരിപാടി അങ്ങനെയാണ്. ബട്ട് എനിക്കിങ്ങനെ ഈ +44 ഇങ്ങനെ മറ്റേ നെറ്റ് നമ്പറിന്ന് വിളിക്കുക, തെറി വിളിക്കുക. രാത്രി ഉറങ്ങുമ്പോഴൊക്കെ വിളിച്ചാണ് തെറി വിളിക്കുന്നത്. കുറച്ച് ആൾക്കാർ വിളിക്കും, ക്യാഷിന്റെ കുറെ കാര്യങ്ങൾ പറയും, തരാ, പിന്മാറ്, പിന്നെ കുറെ തെറി, വേറെ കോളിന്ന് വിളിച്ചിട്ട് വീട്ടിലുള്ളവരെ ഫോട്ടോ മോർഫ് ചെയ്യാം. ഞാൻ ഇതൊന്നും ഇവരെ പേടിച്ചിട്ടല്ല, ഇതെടുത്തൊന്നും തലയിൽ വെക്കണ്ട. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത്? അപ്പോ എന്തായാലും ഇത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറില്ല. ഞാൻ മണവാളിന് ടൈം കൊടുത്തിട്ടുണ്ട്. അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തീർത്ത് തന്നാൽ വലിയൊരു ഉപകാരമായി. ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടൊരു കാണുന്നവർക്കും ഒരു കണ്ടന്റ് ആണ്. ഇതിങ്ങനെ മാസങ്ങളോളം കൊണ്ടുപോകുമ്പോൾ അവരിങ്ങനെ അടുത്ത കണ്ടന്റ് ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്യും. എന്നാണ് ദിവസം, എന്നാണ് അത് ഇത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിനുള്ള ഒരു സിറ്റുവേഷൻ ഞാനായിട്ട് ഉണ്ടാക്കുന്നില്ല. മണവാളിന് ഇതൊരു കണ്ടന്റ് ആയിട്ടാണ് കൊണ്ടുപോകാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ മണവാളൻ നീ എന്താ ചെയ്തോ. എനിക്ക് 2-3 ദിവസത്തിനുള്ളിൽ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വാ, ഫൈറ്റ് ചെയ്യാം. നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് സ്ഥലമുണ്ട്, എങ്ങോട്ട് വന്നാൽ നമുക്ക് ഇവിടുന്ന് ഫൈറ്റ് ചെയ്ത് തീരുമാനമാക്കാം. തോൽവി ചെയ്യാം, അതൊക്കെ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം. നീ ഉണ്ടെങ്കിൽ വാ.